ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്ന് ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ നേരത്തെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികളുടെ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റാണ്. അതിനായിട്ട് ആവിയിൽ വേവിച്ച പലഹാരങ്ങളാണ് കൊണ്ടുവേണ്ടത് കേട്ടോ. ക്യാരറ്റും ബീട്രൂട്ടും വെച്ചിട്ട് പുട്ടാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗ്രേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടിയും അതിലാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇടുകയാണെങ്കിൽ ടേസ്റ്റാണ്, പക്ഷേ ഞാൻ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ. ഒരു തവണ ഞാൻ മധുരമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ആ ക്യാരറ്റിൻ്റെ പിന്നെ ബീട്രൂട്ടിൻ്റെ ആ ഒരു വെള്ളത്തോണ്ട് തന്നെ അത് നനഞ്ഞ് കിട്ടിക്കോളും. നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ പൊടിയിടേണ്ടി വരും. ഇത് കറക്റ്റ് പാകമാണ്. ക്യാരറ്റും ബീട്രൂട്ടും പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാത്ത കുട്ടികളാണെങ്കിലും കഴിച്ചോളൂ കേട്ടോ. ചില മക്കൾക്ക് ക്യാരറ്റ് ബീട്രൂട്ട് എന്നൊന്നും പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഫയ്യാക്കും പാതുവിനും ക്യാരറ്റ് ഫയ്യാക്ക് ഇഷ്ടമാണ്, പക്ഷേ പാതു അങ്ങനെ കഴിക്കില്ല കേട്ടോ. ഉപ്പേരി ഉണ്ടാക്കിയ ചില തോന്നലിൽ കഴിക്കും. അപ്പോൾ അങ്ങനെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാറുണ്ട്. പിന്നെ ഫൈഹ തന്നെയാണ് കേട്ടോ എന്നോട് പറഞ്ഞത് പുട്ടുണ്ടാക്കിയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ പുട്ട് മാത്രമല്ല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പിന്നെ അമൃതം പൊടി വെച്ചിട്ടൊരു അടയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അട ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ചൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, പൊട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ വെള്ളം കുറഞ്ഞിട്ടോ എന്താണെന്നറിയില്ല. വെള്ളമൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു, പക്ഷെ എന്താണെന്നറിയില്ല, ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പോരുന്നുണ്ടായിരുന്നു. അമൃതം പൊടിയിൽ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്ത് അതിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി അതിലേക്കൊരു ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 പഴം ഒന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊന്ന് നെയ്യിലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതും പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ചതുമാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇല വേണം. ഇല വെട്ടാൻ പോയപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. കാറ്റ് കൊണ്ട് എല്ലാ ഇലകളും കീറി ഒരു ലെവലായിട്ടുണ്ട്. നേരെ ഒരു ഇല കിട്ടാനും വഴിയില്ല. അങ്ങനെ ഞാൻ തപ്പിയിട്ട് ഓരോ കഷ്ണമായിട്ടാണ് കേട്ടോ വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ ഇലയിൽ അമൃതം പൊടി ഇങ്ങനെ നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ മറ്റേ കോല് വെച്ച് പരത്താം, പക്ഷെ ഞാൻ എൻ്റെ കൈ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയിട്ടുണ്ടായിരുന്നത്. ഇതെന്താണെന്നറിയില്ല, പൊട്ടി പോന്നിരുന്നു. ഞാൻ എന്നെ റോള് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ റോൾ ചെയ്തപ്പോൾ പൊട്ടി വരികയായിരുന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു. ഇനി ഈ പരത്തി വെച്ച മാവിൽ നമുക്ക് ആ ഫില്ലിങ് വെച്ചിട്ട് മടക്കിയെടുക്കാം കേട്ടോ. ഫില്ലിങ് വെച്ചതിൻ്റെ ശേഷം എന്താ ചെയ്യേണ്ടതെന്നുള്ള അറിയാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ. ഇത് അങ്ങോട്ട് മടക്കണോ അതോ തിരിച്ച് ഇങ്ങോട്ട് മടക്കണോ എന്ന് അറിയാതെ നിൽക്കുകയായിരുന്നേ. കാരണം ഒരു ഭാഗത്ത് മടക്കുമ്പോൾ ഒരു ഭാഗം മുകളിലേക്ക് കയറി നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ മടക്കി അങ്ങനെ വേവിച്ചെടുത്തു കേട്ടോ. ഇനി ഇഡ്ലിച്ചെമ്പിലാണ് ഇത് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ ഇഡ്ലിച്ചെമ്പും വെച്ചിട്ടുണ്ട്, പുട്ടുകുറ്റിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും ഒപ്പം ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ക്യാരറ്റാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത്. ആദ്യം ബീട്രൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുറ്റി കഴുകിയിട്ട് വേണം ക്യാരറ്റ് ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ 2 കളറും കൂടെ മിക്സായി പോവും. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസ അല്ല, ഫൈഹയും പാതൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിയണോടുകൂടി തന്നെ അവർ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തിരക്കാണ് കേട്ടോ. മദ്രസ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, അവർ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് മദ്രസയിൽ പോവുക. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര കോലാഹലമായിരിക്കും. പിന്നെ തലേ ദിവസം തന്നെ ഞാനിവിടുത്തെ കാരണന്മാരോടൊക്കെ ചോദിച്ച് വെച്ചതാണ്, ഇന്ന് ഇതാണ് ഉമ്മച്ചി ഉണ്ടാക്കുക കടി, അപ്പോൾ കഴിക്കുമോ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ കഴിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നേരെ വെളുത്തപ്പോൾ പറഞ്ഞതൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും പറ്റില്ല, ദോശ വേണം, പത്തിരി വേണം, പുട്ട് വേണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ പുട്ട് പറ്റില്ല, വേറെ പുട്ടാണെങ്കിൽ കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ ഒരു മുട്ട പുഴുങ്ങി കൊടുത്ത് ചായയും കുടിച്ച് അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയായി വരുമ്പോഴേക്കും അത്യാവശ്യം നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പുട്ടിൻ്റെ കാര്യം പിന്നെ പറയാനില്ല, വൻ വിജയമായിരുന്നു. പക്ഷെ അടയുടെ കാര്യത്തിൽ ടേസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ പൊട്ടിപ്പോരുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ തുറന്ന് വരുമ്പോൾ
പൊട്ടിയിട്ടാ വന്നിട്ടുണ്ടായിരുന്നത്. വെന്തിട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, പൊട്ടി വരുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി ചൂടോടെ തന്നെ അഴിച്ച കാരണമാണോ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ അവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചൂടാറിയിട്ട് തുറന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് ലെവലാക്കി അവിടെ വെച്ചു. പുട്ടും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കടികൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. Bye bye. Thanks for watching.